Dear students, ഇന്നത്തെ ക്ലാസ്സില് VSSC അതുപോലെ ISRO അതുപോലെ ഡിഫറെന്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. ഓക്കെ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ നിന്ന് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ സിഗ്നൽസിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു LT സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോംസ്, അതിൽ തന്നെ ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോം, ഈ 3 ട്രാൻസ്ഫോമിന്റെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സിഗ്നൽസ് തന്നിട്ട് അതിന്റെ ട്രാൻസ്ഫോം എന്തായിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിച്ചിട്ടുള്ളത്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഡയറക്ട്ലി ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറെന്റ് പോർഷൻസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലബ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ബേസിക് ഐഡിയ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെന്ന് കരുതുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ f of t ഡിനോട്ടഡ് ബൈ f of s ഈസ് ഗിവൺ ബൈ. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എഫ് ഓഫ് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ അതിന്റെ ടൈം ടി എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ടൈം കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാല് -∞ മുതൽ +∞ വരെ ഏത് ടൈം എടുത്താലും എല്ലാ ടൈമിലും എന്ത് കാണും? ഒരു പർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡ് കാണും. ആ ടൈപ്പ് ഓഫ് സിഗ്നൽസിനെ പറയുന്ന പേരാണെന്ത്? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ടൈമും അതുപോലെ ആംപ്ലിറ്റ്യൂഡും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ബോത്ത് ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ആർ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സിഗ്നൽസിനെ നമുക്ക് എന്തെന്ന് പറയാം? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയാം. ഒരു ജനറൽ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എയ്തർ എക്സ് ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ എഫ് ഓഫ് ടി എന്ന് റെപ്രസെന്റ് ചെയ്യും. എങ്ങനെ റെപ്രസെന്റ് ചെയ്താലും അതെന്തായിരിക്കും? ഫംഗ്ഷൻ ഓഫ് ടൈം ടി ആയിരിക്കും. തിരിച്ച് ഡിസ്ക്രീറ്റ് ടൈം ആണെങ്കിൽ ടൈമിന് ഒരു പർട്ടിക്കുലർ റേഞ്ച് ഓഫ് വാല്യൂസ് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ടൈപ്പ് ഓഫ് സിഗ്നൽസിന് എന്തെന്ന് പറയാം? ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് എന്ന് പറയാം. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ സാമ്പിൾ ചെയ്താലാണ് അതിന്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ കിട്ടുന്നത്. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എക്സ് ഓഫ് ടിക്ക് പകരം എക്സ് ഓഫ് എൻ എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? എക്സ് ഓഫ് എൻ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്തത്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? ലാപ്ലേസ് ട്രാൻസ്ഫോം. അന്നേരം ഏതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെയും ഫ്രീക്വൻസി സ്പെക്ട്രം കിട്ടണമെങ്കിൽ ഏത് മാത്തമാറ്റിക്കൽ ടൂൾ യൂസ് ചെയ്യും? ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ടൂൾ യൂസ് ചെയ്യും. അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ എഫ് ഓഫ് എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി ആണ്. കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് അതിനൊരു റിയൽ പാർട്ടും കാണും, ഒരു ഇമാജിനറി പാർട്ടും കാണും. ജനറലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിന്റെ റിയൽ പാർട്ടായിരിക്കും സിഗ്മ, ഇമാജിനറി പാർട്ടായിരിക്കും എന്ത്? ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ആണ്. പക്ഷെ ഈ ഫ്രീക്വൻസിക്ക് ഒരു ജെ എന്ന് പറഞ്ഞ ടേംസ് ഉള്ളത് കൊണ്ട്, ജെ എന്ന് പറഞ്ഞാല് സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. ദെർഫോർ ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇമാജിനറി ടേം ആണ്. ദെർഫോർ ഈ ഫ്രീക്വൻസി പറയുന്ന പേരാണ് കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിയൽ നമ്പറിന് പകരം ആ നമ്പറിന്റെ കൂടെ ജെ ഉള്ള ടേംസ് വന്നാല് ആ നമ്പറിന് പറയുന്ന പേരാണ് എന്ത്? കോംപ്ലക്സ് നമ്പർ. അന്നേരം എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്ലക്സ് അനലോഗ് ഫ്രീക്വൻസി ആയിരിക്കും. എഫ് ഓഫ് എസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. കറസ്പോണ്ടിങ് ടൈം ഡൊമൈൻ സിഗ്നൽ അറിയാമെങ്കിൽ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ -∞ ടു +∞ എക്സ് ഓഫ് ടി. ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് ടി ആണ്. ദെർഫോർ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു -st dt ആണ്. ഇവിടെ ടൈമിന്റെ വേരിയേഷൻ ആണ് -∞ മുതൽ +∞ വരെ.
അന്നേരം ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാല് ടൈമിന് നെഗറ്റീവ് വാല്യൂയും കൺസിഡർ ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് വാല്യൂയും കൺസിഡർ ചെയ്യുന്നുണ്ട്. പാസ്റ്റ് വാല്യൂയും ഫ്യൂച്ചർ വാല്യൂയും ടൈമിന് കൺസിഡർ ചെയ്താല് ആ റെപ്രസെന്റേഷൻ എന്തെന്ന് പറയാം? ബൈലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയാം. തിരിച്ച് ഒരു സിഗ്നൽസിന് പോസിറ്റീവ് ടൈമിൽ മാത്രമേ ആംപ്ലിറ്റ്യൂഡ് ഉള്ളെങ്കിൽ, നെഗറ്റീവ് ടൈമിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് സിഗ്നൽസിന് നമുക്ക് പറയാം കോസൽ സിഗ്നൽ. എന്തെന്ന് പറയാം? കോസൽ സിഗ്നൽ എന്ന് പറയാം. അന്നേരം സിഗ്നൽ കോസൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എന്ത് കാണത്തില്ല? നെഗറ്റീവ് ടൈം കാണില്ല. ദെർഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇന്റഗ്രൽ 0 to infinity f of t into e raised to minus st dt ആയിരിക്കും. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പറയുന്ന പേരാണ് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയാം. എങ്ങനെ എടുത്താലും ഏത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിലും എപ്പോഴും എക്സ്പോണൻഷ്യൽ പവർ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് എസ് ടി ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഇ റേസ് ടു മൈനസ് എസ് ടി വരുന്ന ഒരേ ഒരു ഓപ്പറേഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിൽ മാത്രമാണ് എഫ് ഓഫ് ടി എ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലി നെഗറ്റീവ് സിഗ്നൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദെർഫോർ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും. ഒരു യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ഇക്വേഷൻ ആണ് ഓപ്ഷൻ സി ആയിട്ട് തന്നിരിക്കുന്നത്. ബാക്കി 3 ഓപ്ഷൻസ് എന്താണ്? റോങ് ആണ്. ഓക്കെ, ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോമില് എസ് ഡൊമൈനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി സ്പെക്ട്രം കണ്ടുപിടിക്കുന്നത്. ചില കേസില് ആ എസിന്റെ വാല്യൂല് റിയൽ പാർട്ട് 0 ആയിട്ട് മാറും. റിയൽ പാർട്ട് 0 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? സിഗ്മ ഈക്വൽ ടു 0 ആയിട്ട് മാറും. സിഗ്മ 0 ആയാല് ഇ റേസ് ടു മൈനസ് എസ് ടിയില് സിഗ്മ 0 ആയാല് എസിന് പകരം ഞാൻ ഓൾറെഡി പറഞ്ഞു, എസ് എന്ന് പറഞ്ഞ എന്താണ്? സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. ദെർഫോർ ഇ റേസ് ടു മൈനസ് സിഗ്മ പ്ലസ് ജെ ഒമേഗയില് സിഗ്മ 0 ആയാലും ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് സിഗ്മ പ്ലസ് ജെ ഒമേഗ ടിക്ക് വരെ എന്തായിട്ട് മാറും? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ആയിട്ട് മാറും. ആ റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് ഫോറിയർ ട്രാൻസ്ഫോം. എന്തെന്ന് പറയാം? കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയാം. അന്നേരം ഫോറിയർ ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ആയിരിക്കും. വെൻ ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈൻഡ് അറ്റ് ദ ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസില് റിയൽ പാർട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ ഒരു കോംപ്ലക്സ് ഡൊമൈൻ എടുത്താല്, എസ് ഡൊമൈൻ എടുത്താല് റിയൽ പാർട്ടിൽ സിഗ്മ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? സിഗ്മ ആയിരിക്കും. അത് റിയൽ ആക്സിസ് എന്ന് പറയാം. തിരിച്ച് ഇമാജിനറി ആക്സിസില് ജെ ഒമേഗ ആക്സിസില്, ഈ ആക്സിസില് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താല് അവിടുത്തെ സിഗ്മ എന്തായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈൻഡ് അറ്റ് ദ ഇമാജിനറി ആക്സിസ് ബിക്കം എന്താണ്? കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, അല്ലെങ്കിൽ പറയാം ഷോർട്ട് ആയിട്ട് പറയാം എന്തെന്ന് പറയാം? ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയാം. അന്നേരം രണ്ട് ട്രാൻസ്ഫോമും, ലാപ്ലേസ് ട്രാൻസ്ഫോമും അതുപോലെ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോമും ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി വെർസസ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി വെർസസ് ഫേസ്. ഫേസും ആംപ്ലിറ്റ്യൂഡും അല്ലെങ്കിൽ ഫേസും മാഗ്നിറ്റ്യൂഡും എന്താണ്? ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എങ്ങനെയാണോ വേരി ചെയ്യുന്നത് ആ റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി സ്പെക്ട്രം. അന്നേരം ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രം ഫൈൻഡ് ചെയ്യാനുള്ള 2 ടെക്നിക്സ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോമും അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോമും. അന്നേരം ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? സിഗ്മ പ്ലസ് ജെ ഒമേഗയില് അല്ലെങ്കിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉള്ള ഒരു സിഗ്നൽസിൽ ഫൈൻഡ് ചെയ്യാം. റിയൽ പാർട്ട് 0 ആയാല് അതെന്തായിട്ട് മാറും? ഫോറിയർ ട്രാൻസ്ഫോം ആയിട്ട് മാറും. ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇന്റഗ്രൽ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി ആയിരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ. ഇ റേസ് ടു മൈനസ് എസ് ടിക്ക് പകരം ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ആയാലും അതെന്തായിട്ട് മാറും? കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം ആയിട്ട് മാറും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ടൈം ഫംഗ്ഷൻ ആണ്.
എക്സ് ആക്സിസിൽ എന്താണ്? കണ്ടിന്യൂസ് ടൈം ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ ഫംഗ്ഷൻ ഡിനോട്ടഡ് ബൈ ദ വേവ് ഫോം ഗിവൺ ബിലോ ഇസ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസ് നോക്കിയാൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷൻ ആൻ ഈവൻ ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടി എടുത്താൽ, തന്നിരിക്കുന്ന ഫംഗ്ഷനെ എഫ് ഓഫ് ടി എടുത്താല് ആ ഫംഗ്ഷൻ ഈവൻ ആകണമെങ്കിൽ ടൈമിനെ റിവേഴ്സ് ചെയ്താലും ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. എഫ് ഓഫ് ടിയും എഫ് ഓഫ് മൈനസ് ടിയും ഒരു സെയിം ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് പറയാം ആ സിഗ്നൽ എന്താണെന്ന്? ഈവൻ സിഗ്നൽ ആണെന്ന്. ഓക്കെ, ഇവിടെ നോക്കിയാല് ഒരു വാല്യൂ ഞാൻ എടുക്കുന്നു, 1/2 എന്ന് പറഞ്ഞൊരു ടൈം എടുക്കുന്നു. 1/2 ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ഈ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നു +1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. 1/2 പകരം -1/2 എടുക്കുന്നു. ആ -1/2 ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? +1 തന്നെയാണ്. 1/2 പകരം ഞാൻ 2 എന്ന് പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്നു. 2 ആംപ്ലിറ്റ്യൂഡ് എന്താണ്? താഴോട്ടാണ് വന്നിരിക്കുന്നത്. അതിനെ ഞാൻ -1 എന്ന് അസ്യൂം ചെയ്യുന്നു. -2 എടുത്താലും ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? -1 തന്നെയാണ്. ദെർഫോർ ഈ തന്നിരിക്കുന്ന സിഗ്നലില് ഏത് ടൈം എടുത്താലും, അത് പോസിറ്റീവ് ടൈം ആണേലും നെഗറ്റീവ് ടൈം ആണേലും ആംപ്ലിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ സിഗ്നലിനെ ഫ്ലിപ്പ് ചെയ്താൽ, ഈ എക്സ് ആക്സിസിനെ എന്താണ്? ഫ്ലിപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ അതിന്റെ മിറർ ഇമേജ് എടുത്താൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ത് തന്നെ ആയിരിക്കും? അതിന്റെ ഒറിജിനൽ സിഗ്നൽ തന്നെ ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് സിഗ്നലിനെ പറയുന്ന പേരാണ് ഈവൻ സിഗ്നൽ. അല്ലെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് എന്തെന്ന് പറയാം? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ ഏത് പോസിറ്റീവ് ടൈമിലും അതിന്റെ കറസ്പോണ്ടിങ് നെഗറ്റീവ് ടൈം എടുത്താൽ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ ടൈപ്പ് ഓഫ് സിഗ്നലിനെ എന്തെന്ന് പറയാം? ഈവൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈവൻ സിഗ്നൽ എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ അവർ തന്നിരിക്കുന്നത്, ഓക്കെ, ഇതേ കണക്കുള്ള സിഗ്നൽ വേറൊരു സിഗ്നലാണ് കോസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ. കോസിന്റെ ഗ്രാഫ് എടുത്താല് അതെങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതിന്റെ പോസിറ്റീവ് ടൈം എടുത്താലും നെഗറ്റീവ് ടൈം എടുത്താലും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ നോക്കിയാലും പോസിറ്റീവ് ടൈം എടുത്താലും നെഗറ്റീവ് ടൈം എടുത്താലും കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും. എന്തിന്? കൊസൈൻ ഫംഗ്ഷന്. ദെർഫോർ കൊസൈൻ ഫംഗ്ഷൻ എന്താണ്? ഒരു ഈവൻ സിഗ്നൽ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒരു ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ടൈം റിവേഴ്സ് ചെയ്താല്, എഫ് ഓഫ് ടി മാറ്റി എഫ് ഓഫ് മൈനസ് ടി ആക്കിയാൽ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡും നെഗറ്റീവ് ആയിട്ട് മാറും. എന്താണ് പറഞ്ഞത്? എഫ് ഓഫ് ടിയെ ടൈം റിവേഴ്സ് ചെയ്ത് എഫ് ഓഫ് മൈനസ് ടി ആക്കിയാല് അതിന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? അതിന്റെ പോസിറ്റീവ് ടൈമിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ നെഗറ്റീവ് ആയിട്ട് മാറും. ആ ടൈപ്പ് ഓഫ് സിഗ്നൽസിനെ പറയുന്ന പേരാണ് എന്ത്? ഓഡ് സിഗ്നൽ അല്ലെങ്കിൽ ഓഡ് ഫംഗ്ഷൻ. എക്സാമ്പിൾ എടുത്താല് ഒരു സൈനസോടെ സിഗ്നൽ എടുത്താല്, സൈൻ സിഗ്നൽ എടുത്താല് അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്? അതിന്റെ ഗ്രാഫ് 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. നെഗറ്റീവ് ടൈം എടുത്താല് ഇങ്ങനെ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ്, ഈ ഷേപ്പിലായിരിക്കും. ഇതിവിടെ ഒരു പോസിറ്റീവ് ടൈം എടുത്താല്, എക്സാമ്പിൾ ഈ T1 എന്ന് പറഞ്ഞൊരു ടൈം എടുക്കുന്നു. ആ കറസ്പോണ്ടിങ് T1 നെഗറ്റീവ് എടുത്താല്, -T1 എടുത്താല് ഇവിടെ നോക്ക്, +T1 ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ആണ്. നെഗറ്റീവ് അല്ലെങ്കിൽ -T1 ആംപ്ലിറ്റ്യൂഡ് എന്താണ്? നെഗറ്റീവ് ആണ്. അതിൽ എപ്പോഴും പോസിറ്റീവ് ടൈമിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ നെഗറ്റീവ് ആയിരിക്കും എന്ത്? നെഗറ്റീവ് ടൈമിലെ ആംപ്ലിറ്റ്യൂഡ്. ആ ടൈപ്പ് ഓഫ് സിഗ്നൽസിനെ പറയുന്ന പേരാണ് എന്ത്? ഓഡ് സിഗ്നൽ. ഒരു സിഗ്നൽ ഓഡ് ആണെങ്കിൽ എപ്പോഴും ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ടൈം 0 ആകുമ്പോൾ ഉള്ള വാല്യൂ 0 ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരു ഓഡ് സിഗ്നലിന്റെ ടൈം t = 0 ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? 0 ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഓഡ് സിഗ്നലിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. എപ്പോഴും ഏതൊരു ഓഡ് സിഗ്നൽ എടുത്താലും ടൈം t = 0 അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. കാരണം എന്താണ്? 0ക്ക് മാത്രം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞ ടൈം ഇല്ല. ദെർഫോർ പോസിറ്റീവ് ആംപ്ലിറ്റ്യൂഡും നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡും റിവേഴ്സ് ആകണമെങ്കിൽ 0 ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കണം? 0 തന്നെ ആയിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. എന്നിരുന്നാലും പോലും
തേർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തന്നിരിക്കുന്ന യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് യു ഓഫ് ടി എന്നാണ്. യു ഓഫ് ടിയുടെ വാല്യൂ 1 when t greater than 0 equal to 1 when t greater than 0 equal to 0 when t less than 0. t greater than 0 അല്ലെങ്കിൽ പോസിറ്റീവ് ടൈമിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 1ഉം നെഗറ്റീവ് ടൈമിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0യും. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആക്സിസിന്റെ മുകളിൽ കൂടെ തന്നെ ആയിരിക്കും. ദെർഫോർ ഈ ടൈപ്പ് ഓഫ് സിഗ്നൽസിനെ പറയുന്ന പേരാണ് എന്ത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. നെഗറ്റീവ് ടൈമിൽ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ഇവിടെ 0യിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ വിത്തിൻ 0 ടൈം അല്ലെങ്കിൽ വിത്തിൻ സ്മോൾ ടൈം അത് 0യിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറുന്നു? 1 ആയിട്ട് മാറുന്നു. ദെർഫോർ നമുക്ക് പറയാം ഈ സിഗ്നല് ടൈം ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു ടൈമില്, ഒരു പർട്ടിക്കുലർ ടൈമില് പെട്ടെന്ന് തന്നെ അബ്രപ്റ്റ്ലി ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താല് ആ ടൈപ്പ് ഓഫ് സിഗ്നല് ആ ടൈമിൽ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അന്നേരം യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നല് ടി ഈക്വൽ ടു 0യിൽ എന്തായിരിക്കും? ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു പോയിന്റില് അല്ലെങ്കിൽ ഒരു ടൈമില് ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഡിസ്കണ്ടിന്യൂസ് പോയിന്റിലെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു അതിന്റെ റൈറ്റിലെ ആംപ്ലിറ്റ്യൂഡ്. റൈറ്റിലെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. പ്ലസ് ലെഫ്റ്റിലെ ആംപ്ലിറ്റ്യൂഡ് ടി ഈക്വൽ ടു 0യിലെ ലെഫ്റ്റിലോട്ട് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ദെർഫോർ 1 പ്ലസ് 0 അതിന്റെ ആവറേജ് ആയിരിക്കും. ദെർഫോർ ടി ഈക്വൽ ടു 0യില് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ടി ഈക്വൽ ടു 0യില് നമുക്ക് എന്താ പറയാം? 1 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. മിക്കവാറും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈക്വൽ ടു 1 വെൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് വളരെ തെറ്റാണ്. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഈ കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. വെൻ ടി ഈക്വൽ ടു 0യില് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ വാല്യൂ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. കാരണം എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ വാല്യൂ വെൻ ടി ഈക്വൽ ടു 0 ഡിസ്കണ്ടിന്യൂസ് ആണ്. ദെർഫോർ ഡിസ്കണ്ടിന്യൂസ് പോയിന്റിലെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു എന്തായിരിക്കും? ആവറേജ് ഓഫ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വാല്യൂ ആയിരിക്കും. ഈക്വൽ ടു 0 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഹാഫ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി തന്നിരിക്കുന്നത് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ഡിറാക് ഫംഗ്ഷൻ. ഡെൽറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ഡിറാക് ഫംഗ്ഷൻ, ജസ്റ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാല് ഓക്കെ അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇമ്പൾസ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽ ഓഫ് ടി എന്നാണ്. അതിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും വെൻ ടി ഈക്വൽ ടു 0 ആയിരിക്കും വെൻ ടി നോട്ട് ഈക്വൽ ടു 0. എന്ന് പറഞ്ഞാല് ടി ഈക്വൽ ടു 0യില് വിത്തിൻ 0 ടൈം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് റൈസസ് ടു ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? വെരി വെരി ലാർജ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ ഇമ്പൾസിന്റെ മുന്നേ ഉള്ള യൂണിറ്റ് ഇമ്പൾസ് എന്ന് പറഞ്ഞാല് ആ ഇമ്പൾസ് സിഗ്നലിന്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? 1 ആയിരിക്കും. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദെർഫോർ നമുക്ക് പറയാം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി ഡി ടി ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഏരിയ 1 ആയതുകൊണ്ടാണ് ഇമ്പൾസ് സിഗ്നലിന് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറയുന്നത്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ല, എന്താണ്? അതിന്റെ ഏരിയ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് ആയിരിക്കും. സ്ട്രെങ്ത് ഓഫ് ഇമ്പൾസ് സിഗ്നൽ നമുക്ക് പറയാം 1 ആയിരിക്കും എന്ന് പറയാം. പക്ഷെ എപ്പോഴും ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഏരിയ എപ്പോഴും 1 ആയിരിക്കും. ഈ 4 ടൈപ്പ് ഓഫ് സിഗ്നൽസ് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഈവൻ സിഗ്നൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഹാസ് എ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗ, ദെൻ ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈസ്. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോമിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എഫ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗ ആണെങ്കിൽ, എഫ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗ ആണെങ്കിൽ ആ എഫ് ഓഫ് ഒമേഗയുടെ ഒമേഗ മാറ്റി ടി ആക്കിയാല് എന്താണ്? എഫ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗയാണ്. ആ ഒമേഗ മാറ്റി എന്താക്കുന്നു? ടി ആക്കുന്നു, സ്മോൾ ടി ആക്കുന്നു, ടൈം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ എഫ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ഈക്വൽ ടു
2π ഇൻറ്റു എഫ് ഓഫ് കറസ്പോണ്ടിങ് ടൈം ഡൊമൈനിലെ സിഗ്നൽ എന്താണോ ആ സിഗ്നലില് ടൈമിനെ മാറ്റി മൈനസ് ഒമേഗ കൊടുത്താൽ മതി. ഒന്നുകൂടെ പറയാം, ഈ പ്രോപ്പർട്ടി എഫ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗ ആണെങ്കിൽ ആ ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നലില് ഒമേഗ മാറ്റി ടൈം ആക്കിയാല് അതിന്റെ കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? 2π ഇൻറ്റു എഫ് ഓഫ് മൈനസ് ഒമേഗ ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ഡുവാലിറ്റി പ്രോപ്പർട്ടി. എന്തെന്ന് പറയാം? ഡുവാലിറ്റി പ്രോപ്പർട്ടി എന്ന് പറയാം. ഒരു എക്സാമ്പിൾ നോക്കിയാല്, ഇത് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ നോക്കിയാല്, e⁻⁻80 u of t ഒരു എക്സ്പൊണൻഷ്യലി ഡാംപ്ഡ് സിഗ്നൽ ആണ്. അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ച് നോക്കിയാല് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം 1/a+j ഒമേഗ ആണ് വരുന്നത്. എന്താണ് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം? 1/a+j ഒമേഗ ആണ്. ഇവിടെ ഞാൻ ഈ ഫോറിയർ ട്രാൻസ്ഫോമില് ഒമേഗയ്ക്ക് പകരം ഞാൻ ടി ആക്കി മാറ്റുന്നു. എന്താക്കി മാറ്റുന്നു? ഒമേഗയ്ക്ക് പകരം j ടൈംസ് ടി ആക്കി മാറ്റുന്നു. ഇപ്പൊ ആ സിഗ്നൽ എന്തായിട്ട് മാറി? ടൈം ഡൊമൈൻ സിഗ്നൽ ആയിട്ട് മാറി. അതിന്റെ കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം ചോദിച്ചാല് നമുക്ക് പറയാം, നേരത്തെ ഉള്ള ടൈം ഡൊമൈൻ സിഗ്നൽ എന്തായിരുന്നോ അവിടുത്തെ ടിക്ക് പകരം എന്താക്കുക? മൈനസ് ഒമേഗ ആക്കുക. ദെയർഫോർ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിട്ട് മാറും? e⁻⁻a ഇൻറ്റു ടിക്ക് പകരം മൈനസ് ഒമേഗ കൊടുക്കും. യു ഓഫ് ടിയില് ടിക്ക് പകരം എന്ത് കൊടുക്കും? യു ഓഫ് മൈനസ് ഒമേഗ കൊടുക്കും. ദെയർഫോർ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിട്ട് മാറും? e⁻⁻ യു ഓഫ് മൈനസ് ഒമേഗ ആയിട്ട് മാറും. ഒരു ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നലില് ഫ്രീക്വൻസി മാറ്റി ടൈം ആക്കുമ്പം കറസ്പോണ്ടിങ് ഇതിനെ ഒരു 2π കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഫൈനൽ ആൻസറിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം ഒരു ടൈം ഡൊമൈൻ സിഗ്നലിന്റെ ഫ്രീക്വൻസി റെപ്രസെന്റേഷൻ നമുക്ക് അറിയാമെങ്കിൽ ആ ഫ്രീക്വൻസി മാറ്റി ടൈം ആക്കുമ്പം അതിന്റെ കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? ഒറിജിനലി നമുക്ക് ഉണ്ടായിരുന്ന ടൈം ഡൊമൈൻ സിഗ്നൽ എന്താണോ അവിടുത്തെ ടൈമിന് പകരം എന്താക്കുക? മൈനസ് ഒമേഗ ആക്കുക. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതിൽ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ഒമേഗ ആണെന്ന് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് ഒമേഗയില് ഒമേഗ മാറ്റി ടി ആക്കിയാൽ അതിന്റെ കറസ്പോണ്ടിങ് ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? എഫ് ഓഫ് ടിയില് ടി മാറ്റി മൈനസ് ഒമേഗ ആക്കുക. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. therefore ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the output of a linear time invariant system can be obtained from its impulse response function and the input function by. എന്താണ് ചോദിച്ചിരിക്കുന്നത്? യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫംഗ്ഷനും ഇൻപുട്ട് ഫംഗ്ഷനും അറിയാമെങ്കിൽ ഒരു LT സിസ്റ്റത്തിന്റെ, ഒരു ലീനിയർ ആൻഡ് ടൈം ഇൻവേരിയന്റ് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, LT സിസ്റ്റം എന്ന് പറഞ്ഞാല് ആ സിസ്റ്റം ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും ഒബേ ചെയ്യണം. അതുപോലെ എന്ത് പ്രോപ്പർട്ടി ഒബേ ചെയ്യണം? ടൈം ഇൻവേരിയന്റ് പ്രോപ്പർട്ടിയും ഒബേ ചെയ്യണം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമുക്കറിയാം, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനും അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റിയും ഒബേ ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്? ലീനിയർ സിസ്റ്റം, അല്ലെങ്കിൽ ലീനിയാരിറ്റി ഒബേ ചെയ്യുന്ന സിസ്റ്റം. ആ സിസ്റ്റത്തില് എത്ര ഇൻപുട്സ് കൊടുത്താലും ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓരോ ഇൻപുട്ട് സെപ്പറേറ്റ് കൊടുക്കുമ്പോൾ ഉള്ള ഔട്ട്പുട്ടിന്റെ സം ആയിരിക്കും. ഓക്കെ, അത് ഹോമോജെനിറ്റി ഒബേ ചെയ്യുന്നെന്ന് പറഞ്ഞാല് ആ സിസ്റ്റത്തില് ഇൻപുട്ടിനെ എ ടൈംസ് ആംപ്ലിഫൈ ചെയ്താൽ, എക്സാമ്പിൾ ഒരു LT സിസ്റ്റത്തില് എക്സ് ഓഫ് ടി കൊടുക്കുമ്പം ഔട്ട്പുട്ട് y ഓഫ് ടി ആണെങ്കിൽ ഇൻപുട്ടിനെ എ ടൈംസ് ആംപ്ലിഫൈ ചെയ്താൽ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? എ ടൈംസ് y ഓഫ് ടി ആയിട്ട് മാറും. ആ പ്രോപ്പർട്ടി പറയുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി. ആ രണ്ട് പ്രോപ്പർട്ടിയും ഒബേ ചെയ്യുന്ന സിസ്റ്റംസ് ആണെന്ത്? ലീനിയർ സിസ്റ്റംസ്. ഓക്കെ, ഇനി ടൈമിനനുസരിച്ച് അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് മാറുന്നില്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് സിസ്റ്റംസിന് എന്താന്ന് പറയാം? ടൈം ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറയാം. ഈ രണ്ട് പ്രോപ്പർട്ടിയും ഒബേ ചെയ്യുന്ന സിസ്റ്റത്തിന് എന്തെന്ന് പറയാം? ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റം എന്ന് പറയാം. ആ ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റംസിനെ
ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ലീനിയർ ഇൻവേരിയന്റ് സിസ്റ്റംസിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇമ്പൾസ് റെസ്പോൺസ്. എന്തെന്ന് പറയാം? ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയാം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് h(t) എന്നാണ്. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഇൻപുട്ട് ആയിട്ട് ഒരു LTI സിസ്റ്റത്തില് ഇൻപുട്ട് ആയിട്ട് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ കൊടുത്താല് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് എന്ത്? ഇമ്പൾസ് റെസ്പോൺസ്. അന്നേരം ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാല് ഇമ്പൾസ് കൊടുക്കുമ്പം ആ സിസ്റ്റം എന്ത് ഔട്ട്പുട്ടാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്? ഔട്ട്പുട്ട് ആണ്. ദെർഫോർ ഇമ്പൾസിന്റെ ഔട്ട്പുട്ട് ആണ് എന്ത്? ഇമ്പൾസ് റെസ്പോൺസ്. അന്നേരം ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ ആ സിസ്റ്റത്തില് ഏത് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകൂടി പറയാം, ഒരു സിസ്റ്റത്തില് ഇമ്പൾസ് കൊടുക്കുമ്പോൾ യൂണിറ്റ് ഇമ്പൾസ് കൊടുത്താൽ എന്ത് ഔട്ട്പുട്ട് ആണോ കിട്ടുന്നത് ആ ഔട്ട്പുട്ട് നമുക്ക് അറിയാമെങ്കിൽ ഏത് ആർബിട്രറി ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ ടെക്നിക്കിനെ പറയുന്നവരാണ് കൺവല്യൂഷൻ. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു സിസ്റ്റത്തിന്റെ എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് h(t) അറിയാമെങ്കിൽ ആ ഇമ്പൾസ് റെസ്പോൺസിനെ ഏതൊരു ഇൻപുട്ട് കൊണ്ടും കൺവോൾവ് ചെയ്താൽ അതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് y(t) കിട്ടും. ഓർത്തിരിക്കുക, ഒരു LTI സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ഈക്വൽ ടു എന്തായിരിക്കും? കൺവല്യൂഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ദ ഇൻപുട്ട് ആയിരിക്കും. ഓക്കെ, കൺവല്യൂഷൻ പ്രോസസ് എന്താണ് തിയറി നോക്കുക. കൺവല്യൂഷൻ എന്ന് പറഞ്ഞാല് രണ്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ ഒരു സിഗ്നലിനെ റിവേഴ്സ് ചെയ്യും, ആ റിവേഴ്സ് ചെയ്ത സിഗ്നലിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അതിനുശേഷം രണ്ടാമത്തെ സിഗ്നലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കും. അങ്ങനെ കുറെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് വരുന്ന ഒരു ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് കൺവല്യൂഷൻ. നോർമലി എല്ലാ LTI സിസ്റ്റത്തിന്റെയും ഔട്ട്പുട്ട് എന്തായിരിക്കും? കൺവല്യൂഷൻ ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ആൻഡ് ഇൻപുട്ട് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the trigonometric Fourier series of an even periodic function of time does not have. Okay, ഒരു സിഗ്നലിനെ, ഒരു x(t) എന്ന് പറഞ്ഞ സിഗ്നലിനെ സൂപ്പർ പൊസിഷൻ ഓഫ് സൈൻ ആൻഡ് കോസിന്റെ സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സൈനും കോസും ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്ത്? ഫോറിയർ സീരീസ്. ഏതൊരു പീരിയോഡിക് സിഗ്നൽ എടുത്താലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൈൻ ആൻഡ് കൊസൈൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ഫോറിയർ സീരീസ്. ഒരു ഫോറിയർ സീരീസ് എടുത്താല് തന്നിരിക്കുന്ന സിഗ്നൽ x(t) ഫസ്റ്റ് ഞാൻ ഓടെന്ന് അസ്യൂം ചെയ്യുന്നു. ഓഡ് സിഗ്നൽ ആണെങ്കിൽ x(t) ഓഡ് സിഗ്നൽ ആണെങ്കിൽ അതിന്റെ ഫോറിയർ റെപ്രസെന്റേഷനില് സൈൻ സിഗ്നൽ മാത്രമേ കാണത്തുള്ളൂ. എന്ത് മാത്രമേ കാണത്തുള്ളൂ? സൈൻ മാത്രം. കോസും കാണത്തില്ല. അതിന്റെ കൂടെ DC ടേംസും കാണത്തില്ല. DC എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ എടുത്താല് x(t) എന്ന് പറഞ്ഞൊരു സിഗ്നൽ എടുക്കുന്നു. x(t) ഈക്വൽ ടു A0 പ്ലസ് A1 കോസ് ω(t) പ്ലസ് A2 കോസ് 2ω(t) പ്ലസ് എക്സെട്ര പ്ലസ് B1 സൈൻ ω(t) പ്ലസ് B2 സൈൻ 2ω(t) പ്ലസ് എക്സെട്ര എന്ന് എടുക്കുന്നു. അന്നേരം ഈ സിഗ്നൽ എടുത്താല് ഇവിടെ കോസ് വന്ന സിഗ്നൽ x(t) എന്ന് പറഞ്ഞൊരു സിഗ്നലിനെ A0 പ്ലസ് A1 കോസ് ω(t) പ്ലസ് A2 കോസ് 2ω(t) പ്ലസ് B1 സൈൻ ω(t) പ്ലസ് B2 സൈൻ 2ω(t) പ്ലസ് എക്സെട്ര അങ്ങനെ എടുത്താല് ഇവിടെ ടൈം വന്നിട്ടുള്ള ടേംസിനെ നമുക്ക് പറയാം AC ടേംസ് എന്ന് പറയാം. എന്തെന്ന് പറയാം? AC ടേംസ് എന്ന് പറയാം. അന്നേരം ω(t) എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. സൈനെയും കൊസൈനെയും നോർമലി റെപ്രസെന്റ് ചെയ്താല് ഒന്നുകിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും. അന്നേരം അത് ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽസ് ആണ്. ദെർഫോർ അതെന്തായിരിക്കും? AC ടേംസ് ആയിരിക്കും. ഇനി ടൈം ഇല്ലാത്ത ഫസ്റ്റ് ടൈം A0 എന്ന് പറഞ്ഞ ടൈമിൽ എന്തില്ല? ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ഇല്ല. ദെർഫോർ അതിനെ പറയുന്ന പേരാണ് എന്ത്? DC ടേംസ്. എന്താ പറയാം? DC ടേംസ് എന്ന് പറയാം. അന്നേരം ഒരു സിഗ്നല് x(t) ഓഡ് സിഗ്നൽ ആണെങ്കിൽ അതിനകത്ത് സൈൻ മാത്രമേ കാണത്തുള്ളൂ. ആരൊക്കെ കാണത്തില്ല? ഈ DC ടേംസും കാണത്തില്ല, ഈ കോസ് ടേംസും കാണത്തില്ല. കോസ് ആൻഡ് DC എന്തായിരിക്കും?
ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി സിഗ്നല് ഈവൻ ആണെങ്കിൽ, എക്സ് ഓഫ് ടി ഈവൻ ആണെങ്കിൽ, ഓഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു സൈൻ മാത്രമാണെന്ന്. തിരിച്ച് ഈവൻ ആണെങ്കിൽ അതില് ഡി സി ടേമും കാണും, അതിന്റെ കൂടെ കൊസൈൻ ടേമും കാണും. ആരൊക്കെ കാണും? ഡി സി ടേംസ്. ഡി സി ടേം എന്ന് പറഞ്ഞാൽ A0 എന്ന് പറഞ്ഞ ടേം കാണും. A1 കോസ് ഒമേഗ ടി അങ്ങനെയുള്ള കോസിന്റെ എല്ലാ സിഗ്നൽസും കാണും. ആര് കാണത്തില്ല? സൈൻ കാണത്തില്ല. അന്നേരം ഈവൻ സിഗ്നൽ ആണെങ്കിൽ സൈൻ കാണത്തില്ല, കോസും ഓടും മാത്രമായിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈവൻ പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ ഡസ് നോട്ട് ഹാവ്, അതിന്റെ ഫൊറിയർ സീരീസിൽ എന്താണ് കാണാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തെന്ന് പറയാം? സൈൻ ടേം ഓപ്ഷൻ സി ആണെന്ന് പറയാം. ഓക്കെ, ഇനി അവിടെ ഒരു ഫോർത്ത് ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓഡ് ഹാർമോണിക്സ് എന്ന്. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാല് ഒരു സിഗ്നലിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗ ആണെങ്കിൽ അതിന്റെ ഇന്റിജർ മൾട്ടിപ്പിളിനെ പറയുന്ന പേരാണെന്ത്? ഓഡ് ഹാർമോണിക്സ്. ഇവിടെ എന്താണ്? സൈൻ മാത്രമേ ഉള്ളൂ കാണാത്ത. തിരിച്ച് എന്താണ്? കൊസൈൻ സിഗ്നലിന്റെ ഓഡ് ഹാർമോണിക്സും ഈവൻ ഹാർമോണിക്സും വരാൻ ചാൻസ് ഉണ്ട്. ദെർഫോർ ഓപ്ഷൻ ഡി നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സൈനസോഡൽ സിഗ്നൽ അല്ലെങ്കിൽ സൈൻ എന്തായാലും കാണത്തില്ല, പക്ഷെ ആരൊക്കെ കാണാം? ഡി സി ടേമും അതുപോലെ കൊസൈൻ ടേംസും കാണാം. ഈവൻ സിഗ്നൽ ആണെങ്കിലാണ്, തിരിച്ച് ഓടാണെങ്കിൽ ഡി സിയും കാണില്ല, എന്താണ്? കൊസൈൻ സിഗ്നലും കാണില്ല. അതിന്റെ ഫൊറിയർ റെപ്രസെന്റേഷനിൽ ആര് മാത്രമേ കാണത്തുള്ളൂ? സൈൻ ടേംസ് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. The Z transform of the following real exponential sequence x of n equal to a raised to n when n greater than or equal to 0, equal to 0 when n less than 0, where a greater than 0. Okay, actually a greater than 0 അല്ല തരേണ്ടിയിരുന്നത്, a less than 0 എന്നായിരുന്നു തരേണ്ടിയിരുന്നത്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? എ റേസ് ടു എൻ എന്ന് പറഞ്ഞൊരു സിഗ്നൽ ആണ്. ടൈം എന്താണ്? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? എ റേസ് ടു എൻ ആണ്. എൻ ഈക്വൽ ടു 0യിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഞാൻ എ ലെസ് ദാൻ 0 എന്നാണ് എടുത്തത്. സോറി, എ ലെസ് ദാൻ 1 എന്ന് എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എ ഗ്രേറ്റർ ദാൻ 0ക്ക് പകരം എ ലെസ് ദാൻ 1 എന്ന് എടുത്താൽ മതി. ഓക്കെ, ലെസ് ദാൻ 1 ആണെങ്കിൽ ആ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് ടൈം കൂടുമ്പോൾ എന്ത് ചെയ്ത് വരും? ഡിക്രീസ് ചെയ്ത് വരും. തിരിച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നെങ്കിൽ ടൈം കൂടുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്ത് വരും? ഇൻക്രീസ് ചെയ്ത് വരും. അതെന്താണ്? ഒരു അൺബൗണ്ടഡ് സിഗ്നൽ ആണ്. ഇൻഫിനിറ്റി ആകുമ്പം, ടൈം ഇൻഫിനിറ്റി ആകുമ്പം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? വെരി ലാർജ് ആയിട്ട് മാറും. അത് അൺബൗണ്ടഡ് സിഗ്നൽ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ സിഗ്നൽ ആണ്. അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അന്നേരം തന്നിരിക്കുന്ന സിഗ്നലിൽ എന്തായാലും എയുടെ വാല്യൂ എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ എന്തായിരിക്കണം? ലെസ് ദാൻ 1 ആയിരിക്കണം. ഇനി നോക്കുക, എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞൊരു സ്റ്റേബിൾ സിഗ്നൽ തന്നാല് അതിന്റെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് എൻ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന സിഗ്നൽ എന്താണ്? എൻ ഈക്വൽ ടു 0 മുതൽ മാത്രം വേരി ചെയ്യുന്ന സിഗ്നൽ ആണ്. നെഗറ്റീവ് ടൈമിൽ എന്തില്ല? ഒരു ആംപ്ലിറ്റ്യൂഡ് ഇല്ല. അന്നേരം എൻ ഈക്വൽ ടു 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യും. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? എ റേസ് ടു എൻ ആണ്. ദെർഫോർ ഇക്വേഷൻ എന്ത് കൊടുക്കാം? എൻ ഈക്വൽ ടു 0 മുതൽ ഇൻഫിനിറ്റി വരെ എ റേസ് ടു എൻ ഇസഡ് റേസ് ടു മൈനസ് എൻ ആയിട്ട് മാറും. എയും ഇസഡും ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇവിടെ n വന്നിട്ടുണ്ട്, ഓൾറെഡി ഒരു n വന്നിട്ടുണ്ട്. അന്നേരം എയും ഇസഡ് റേസ് ടു മൈനസ് 1നെയും ഞാൻ ഒരുമിച്ചെടുത്തു. റേസ് ടു എന്തെന്ന് എഴുതാം? റേസ് ടു n എന്ന് എഴുതാം. ഒരു ജോമെട്രിക് സീക്വൻസ് എടുത്താൽ, ഇതൊരു ജോമെട്രിക് സീക്വൻസ് ആണ്. ജോമെട്രിക് സീക്വൻസിന്റെ ജനറൽ ഫോം എന്താണ്? എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെയാണ്. ഇവിടെ ആറിന് നമുക്ക് പറയാം കോമൺ റേഷ്യോ എന്ന് പറയാം. ഒരു ടേമിന്റെ കൂടെ ഒരു പർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്. ആ ടൈപ്പ് ഓഫ് സീക്വൻസിനെ പറയുന്ന പേരാണ് എന്ത്?
ജോമെട്രിക് സീക്വൻസ്. അവിടെ എൻഡ് ടേം ഇല്ലെങ്കിൽ, ഫൈനൽ ടേം ഇല്ലെങ്കിൽ നമുക്ക് പറയാം അതൊരു ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീക്വൻസ് ആയിരിക്കും. അതിന്റെ സമ്മിന്റെ ഇക്വേഷൻ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ ആണ്. ഇവിടുത്തെ കോമൺ റേഷ്യോ എന്താണ്? ഈ സമ്മേഷനില് കോമൺ റേഷ്യോ എന്നിന് 0 കൊടുത്താൽ നമുക്ക് 1 കിട്ടും. എന്നിന് 1 കൊടുത്താൽ a is raised to -1 കിട്ടും. എന്നിന് 2 കൊടുത്താൽ എന്തായിട്ട് മാറും? a is raised to -1 the whole square ആയിട്ട് മാറും. therefore ഓരോ ടേമിന്റെ കൂടെയും a is raised to -1 മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടുന്നത്. therefore ഈ സീക്വൻസിന്റെ സം എന്തായിരിക്കും? ഫസ്റ്റ് ടേം 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് കോമൺ റേഷ്യോ ആണ്. therefore Z ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഇസഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ ഈ തന്നിരിക്കുന്ന ടേംസ് ആക്ച്വലി അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ്. ROC അല്ലെങ്കിൽ റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ്. റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാല് ഒരു സിഗ്നലിന്റെ ഇസഡ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്ന റേഞ്ച് ഓഫ് വാല്യൂ ഓഫ് ഇസഡിനെ പറയുന്ന പേരാണ് എന്ത്? റീജിയൻ ഓഫ് കൺവേർജൻസ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് സൈഡ് സിഗ്നലാണ്. ഈ ഇക്വേഷനെ കുറച്ചും കൂടി റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആകുന്നത് ഏത് വാല്യൂലായിരിക്കും? മോഡ് ഇസഡ് ഈക്വൽ ടു എയിലായിരിക്കും. ഇത് റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് ഇതിന്റെ ROC എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ദ റൈറ്റ് മോസ്റ്റ് പോൾ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും ROC. മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ എന്നായിരിക്കും അതിന്റെ ROC വരുന്നത്. ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ അതിന്റെ ROCയുടെ വാല്യൂ എന്തായിരിക്കും? മോഡ് ഇസഡ് ലെസ് ദാൻ എ ആയിരിക്കും. ഇവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പോസിറ്റീവ് ടൈമിൽ മാത്രമേ ആംപ്ലിറ്റ്യൂഡ് ഉള്ളൂ. therefore ROC എന്തായിരിക്കും? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. therefore ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. a raised to n ഇത് ആക്ച്വലി a raised to n u of n ആണ് തന്നിരിക്കുന്ന സിഗ്നൽ. a raised to n u of n ന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്താണ്? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഇസഡ് ഇൻവേഴ്സ്, അല്ലെങ്കിൽ പറയാം ഇസഡ് ബൈ ഇസഡ് മൈനസ് എ എന്ന് പറയാം. അതിന്റെ ROC എന്തായിരിക്കും? മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും ROC. അത് ഇത്രയും ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിഗ്നൽ തന്നിട്ട് അതിന്റെ ഫണ്ടമെന്റൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? 2 എക്സ്പോണൻഷ്യൽ സിഗ്നലിന്റെ സം ആയിട്ടാണ്. ഫസ്റ്റ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ തന്നിരിക്കുന്ന സിഗ്നലിനെ എക്സ് ഓഫ് n എന്നെടുത്താൽ അതിനെങ്ങനെ എഴുതാം? e raised to j 2π ഡിവൈഡഡ് ബൈ 4 into n എന്ന് എഴുതാം. രണ്ടാമത്തെ ടൈം എന്താണ്? e raised to j 2π ഡിവൈഡഡ് ബൈ 6 into n ആണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മിനിമം പീരീഡ് ആണ്. ഓക്കെ, ഒരു ഷോർട്ട് കട്ട് പറയാം. ഫസ്റ്റ് തന്നിരിക്കുന്ന സിഗ്നൽ എന്താണ്? 2π ഡിവൈഡഡ് ബൈ 4 ആണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ ഇക്വേഷൻ ഓഫ് എക്സ്പോണൻഷ്യൽ സിഗ്നലിന്റെ വാല്യൂ e raised to j omega n എന്നാണ്. ജനറൽ ഇക്വേഷൻ എന്താണ്? e raised to j omega n എന്നാണ്. therefore നമുക്ക് പറയാം ω1 ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ 4 എന്ന് പറയാം. ω2 ഈക്വൽ ടു എന്തെന്ന് പറയാം? 2π ഡിവൈഡഡ് ബൈ 6 എന്ന് പറയാം. ω1 ഈക്വൽ ടു എന്താണ്? 2π ഡിവൈഡഡ് ബൈ 4 ആണ്. ω2 ഈക്വൽ ടു എന്താണ്? 2π ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ, 2π ഡിവൈഡഡ് ബൈ 4നെ നമുക്ക് എന്ത് വേണമെന്ന് എഴുതാം? π ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. 2π ഡിവൈഡഡ് ബൈ 6നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം? π ഡിവൈഡഡ് ബൈ 3 എന്ന് വേണമെങ്കിലും എഴുതാം. π ഡിവൈഡഡ് ബൈ 3 എന്ന് വേണമെങ്കിലും എഴുതാം. π ബൈ 2ഉം π ബൈ 3 എടുത്താല് അതിന്റെ രണ്ടിന്റെയും LCM എന്തായിരിക്കും? π ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. LCM അല്ല, സോറി, ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്തായിരിക്കും? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈക്വൽ ടു
π/2 എന്ന് പറയുന്നത് 90 ആണ്. π/3 എന്ന് പറയുന്നത് എന്താണ്? 60 ആണ്. ഇതിന് രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആര് വെച്ചിട്ടാണ്? 30 വെച്ചിട്ടാണ്. therefore നമുക്ക് പറയാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈക്വൽ ടു 30 അല്ലെങ്കിൽ π/6 എന്ന് പറയാം. therefore ഒമേഗ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എപ്പോഴും ഓർത്തിരിക്കുക, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു എന്തായിരിക്കും? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ω1, ω2 എക്സെട്ര. എത്ര ഒമേഗ ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും എന്ത്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കണം ഒമേഗയുടെ ഇക്വേഷൻ. ഒമേഗയുടെ ഇക്വേഷൻ 2πf ആണ്. ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? 2πf ആണ്. ഓക്കെ, എഫിന് പകരം എന്ത് കൊടുക്കാം? ഫ്രീക്വൻസി ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ടൈം ആണ്. therefore 2π/t എന്ന് കൊടുക്കാം. therefore ടൈം ഈക്വൽ ടു എന്തായിരിക്കും? 2π/ω ആയിരിക്കും. therefore ഇക്വേഷൻ എന്തായിട്ട് മാറും? 2π/ω ഓൾറെഡി നമുക്ക് കിട്ടി എന്താണ്? π/6 ആണ്. therefore π ക്യാൻസൽ ചെയ്ത് പോകും. ഫണ്ടമെന്റൽ പീരീഡിന്റെ വാല്യൂ എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. അന്നേരം ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അന്നേരം എപ്പോഴും ഓർത്തിരിക്കുക, കുറെ ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്തായിരിക്കും? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ആയിരിക്കും. ആ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫ്രീക്വൻസി കിട്ടിയാല് 2π/ ആ ഫ്രീക്വൻസി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫണ്ടമെന്റൽ ടൈം പീരീഡ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു LTI സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ ഡിസ്ക്രീറ്റ് ലീനിയർ ഷിഫ്റ്റ് ഇൻവേരിയന്റ് സിസ്റ്റം അല്ലെങ്കിൽ LTI സിസ്റ്റത്തിന്റെ ഇൻപുട്ട് സീക്വൻസ് ഹാവിംഗ് ലെങ്ത് ക്യാപിറ്റൽ L, the impulse response sequence length is capital M, the output sequence length capital N is. ഒരു LTI സിസ്റ്റത്തില് ഇൻപുട്ട് കൊടുത്താൽ നമുക്കറിയാം ഔട്ട്പുട്ട് ഈക്വൽ ടു എന്താണ്? അതിന്റെ ഇൻപുട്ടിന്റെയും ഇമ്പൾസ് റെസ്പോൺസിന്റെയും കൺവല്യൂഷൻ ആണ്. ആ കൺവല്യൂഷൻ ലീനിയർ കൺവല്യൂഷൻ ആണെങ്കിൽ എക്സ് ഓഫ് എന്നിന്റെ ലെങ്ത് ക്യാപിറ്റൽ എല്ലും എച്ച് ഓഫ് എന്നിന്റെ ലെങ്ത് ക്യാപിറ്റൽ എമ്മും ആണെങ്കിൽ എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും കൺവോൾവ് ചെയ്താല് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് y ഓഫ് എന്നിന്റെ ലെങ്ത് L+m-1 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. L ലെങ്തും M ലെങ്തും ഉള്ള രണ്ട് സിഗ്നൽസിനെ കൺവോൾവ് ചെയ്താല് അതിന്റെ ഔട്ട്പുട്ടിന്റെ ലെങ്ത് എന്തായിരിക്കും? L+m-1 ആയിരിക്കും. അത് ലീനിയർ കൺവല്യൂഷൻ ആണെങ്കിൽ. ഇനി തിരിച്ച് ചില ക്വസ്റ്റ്യൻ അവര് ലീനിയർ കൺവല്യൂഷന് പകരം സർക്കുലാർ കൺവല്യൂഷൻ ചോദിക്കും. എന്ത് ചോദിക്കും? സർക്കുലാർ കൺവല്യൂഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് y ഓഫ് എന്നിന്റെ ലെങ്ത് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് ആർക്കാണോ മാക്സിമം വാല്യൂ, എല്ലിലും എമ്മിലും ആരാണോ ലാർജസ്റ്റ് വാല്യൂ അതായിരിക്കും സർക്കുലാർ കൺവല്യൂഷന്റെ ഔട്ട്പുട്ട് സീക്വൻസിന്റെ ലെങ്ത്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സും ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയാണ് എന്താണ് VSSCയിലും ISRയിലും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു സിഗ്നൽ ആൻഡ് സിസ്റ്റത്തിന്റെ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു എന്താണ് മിനിമം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്താണ് എല്ലാവർക്കും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കുന്നത്.